നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ നേരെ ചൊറിയാൻ വരരുതെന്ന്. വരുവടാ വരും. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. അയ്യോ, ഇങ്ങനെയുള്ള ഒരു ജന്മം. കണിയൊരുക്കാനൊക്കെ അമ്മയങ്ങ് മടിച്ചതാ. അപ്പൊ നിന്റെ അച്ഛമ്മയ്ക്ക് ഒരേ നിർബന്ധം, കണിയൊരുക്കേ പറ്റൂന്ന്. വിഷുവാണ്, ഒരാണ്ടത്തെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാദങ്ങളായിരുന്നു എന്നറിയോ നിന്റെ അച്ഛമ്മയ്ക്ക്. മോളെ, ഹലോ അമ്മേ. മോളെന്തൊന്നും മിണ്ടാത്തെ? അമ്മ വിചാരിച്ചു മോള് ഫോൺ വെച്ചിട്ട് പോയി കാണൂന്ന്. അമ്മായിയപ്പൻ കൈനീട്ടം തന്നോ? തന്നു അമ്മേ. ഈശ്വര, സന്തോഷായി മോളെ. അമ്മേ, ഞാനിപ്പോ അടുക്കളയില. പാചകം ചെയ്യാൻ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അമ്മ എല്ലാരോടും ഹാപ്പി വിഷു പറയണം. പറയാം. ഞാൻ പിന്നെ എല്ലാരും വിളിച്ചോളാം അമ്മേ. ശരി മോളെ. എന്താ ചന്ദ്രു, മോളെ കാണണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല മാധവേട്ട, വന്ദനയുടെ സംസാരത്തിൽ എവിടെയോ ഒരു സങ്കടമുള്ളതുപോലെ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. മക്കളോടുള്ള വാത്സല്യ കൂടുതലുകൊണ്ട് അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. കഴിഞ്ഞ വർഷം മാധവേട്ടൻ എനിക്ക് വിഷു കൈനീട്ടം തരുന്നതിന് മുൻപേ ആരും അറിയാതെ എനിക്ക് വിഷു കൈനീട്ടം തന്നവളാ വന്ദന. അതുകൊണ്ട് ഇത്തവണ അവൾക്ക് ആദ്യം വിഷു കൈനീട്ടം കൊടുക്കണമെന്ന് ഞാൻ അന്നേ കരുതിയിരുന്നത്. അതാ പറയുന്നേ, നാളെ കുറിച്ച് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എന്ന്. എല്ലാം ദൈവനിശ്ചയ. അവളുടെ ലൈഫ് ഇനി കുറുപ്പ് സാറിന്റെ വീട്ടിലാ. അവൾക്ക് നല്ലതേ വരൂ. വരുന്നുണ്ട്. വിഷു കഴിഞ്ഞിട്ടും കൊടുക്കുവാണല്ലോ. എത്രയായി? 150. ഇത് 130 ഉള്ളൂ. അത് മതി. വിഷു ആയിട്ട് എന്റെ കന്നി ഓട്ടോ. അയിന് ഞാൻ മീറ്റർ കണ്ട പൈസയിലേ ചോദിച്ചോളൂ. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്റെ വായിന്ന് പുളിച്ച വർത്തമാനം കേൾക്കാതെ പോ നോക്കണ പയലേ. പറ്റില്ല. അല്ലേ, സ്വർണ്ണവില കൂടുന്നത് പോലെ ഇപ്പൊ ഓട്ടോ ചാർജ് കൂടുന്നത്. ഇങ്ങോട്ട് വരുമ്പോ 140 ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ 160. അവിടെ നിന്ന് ഇതുവരെ 160 ആവും. അതൊക്കെ നിന്റെ ഈ കള്ള മീറ്ററില്. ഈ വസന്തയോട് കളിച്ചാലുണ്ടല്ലോ, നിന്റെ പേര് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എന്തിന്? സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അയ്യോ വേണ്ടായേ, ഈ 130 വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അയ്യോ ഈശ്വര, കൈനീട്ടം കൊടുത്ത് കഴിഞ്ഞു കാണും എന്തോ. എവിടെ വരുന്നു ഇതൊക്കെ?
ഈശ്വരാ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഓട്ടോക്കൂലിയേക്കാളും കുറവായിരിക്കണേ ഈ പെണ്ണും പിള്ളക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിഷു കൈനീട്ടം. ഭദ്രവാളി മുടിഞ്ഞു പോവും. ഓട്ടോ വന്ന് നിന്നപ്പോഴേ ഞാൻ ഊഹിച്ചു നീയായിരിക്കുമെന്ന്. ഹാപ്പി വിഷു അച്ഛമ്മേ. അയ്യോ, അതെന്താ പതിവില്ലാത്തൊരു ഹാപ്പി വിഷു? അല്ല, ബാക്കി എല്ലാവർക്കും ഞാൻ മൊബൈലിൽ മെസ്സേജ് അയച്ചു. ആ. അച്ഛമ്മയ്ക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ടങ്ങ് അറിയിച്ചതേ ഉള്ളൂ. സന്തോഷം. അത് മാത്രമല്ല, ആ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഏ? ഇന്ന് രാവിലെ തൊട്ട് മനസ്സിലൊരു തോന്നല്. എന്താ മോളെ? അല്ല, അടുത്ത വിഷുവിന് അച്ഛമ്മ കാണില്ലെങ്കിലോ ഒന്ന്. ഇന്ന് വിഷു ആയിട്ട് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നിനക്ക് നാവൊന്ന് അടക്കി വെച്ചൂടെ? അതൊക്കെ പോട്ടെ, അച്ഛന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങാനാ ഞാൻ വന്നത്. ആ അച്ഛാ, സതീഷേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് സതീഷേട്ടനുള്ള വിഷു കൈനീട്ടം വാങ്ങാൻ മറക്കല്ലേ എന്ന്. പിന്നെ മക്കളുടെ കാര്യം അറിയാലോ, അവളുമാര് ഓരോ വർഷവും സമ്പാദ്യം സ്വരൂപിച്ചു കൂട്ടുന്നതേ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിഷു കൈനീട്ടം വെച്ചാ. അപ്പൂപ്പനെന്ന് വെച്ചാ മക്കൾക്ക് ജീവനാ. അപ്പൊ വിഷു മുതലാക്കാനുള്ള വരവാ. ചേച്ചി പറഞ്ഞിരുന്നെങ്കിൽ വിഷു കൈനീട്ടം അച്ഛൻ അക്കൗണ്ടിലേക്ക് അയച്ചു തരുമായിരുന്നല്ലോ. ഇതിപ്പോ ഓട്ടോ പൈസ നഷ്ടമായില്ലേ? പോടാ, അവന്റെ ഒരു അക്കൗണ്ടിലേക്ക് അയപ്പ്. ഒരു നല്ല ദിവസമായിട്ട് അച്ഛനെ അമ്മയും കൂടെ പറപ്പുകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. കളിയാക്കുന്നോടാ നീ. ചുമ്മാതല്ല നിന്റെ അച്ഛൻ പണങ്ങി പോയത്. വസന്തേ, വേണ്ട, ഇന്ന് വിഷുവാണേ. ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ അമ്മേ. ഇവന്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. കരുത എന്നെ നാത്തൂനല്ലേ. ആ, ദിയമോളെ കൈനീട്ടമൊക്കെ വാങ്ങിയോ? വാങ്ങി. വിഷുവിനെ ഒരാളുടെ കയ്യിന്നെ കൈനീട്ടം വാങ്ങാവൂ എന്നാ ശാസ്ത്രം. അതാ ഞാൻ മോക്ക് കൈനീട്ടം തരാത്തത്. പഴയതുപോലെ 1000-ഉം 10,000-ഉം തരാൻ അച്ഛന്റെ കയ്യിലില്ല. പെൻഷനായെന്നുള്ള കാര്യം ഓർക്കണം. ഞങ്ങൾക്ക് തന്ന കൈനീട്ടം കൊടുത്താ മതി, വസന്തിക്കും. എടാ നീയേ നിന്റെ കാര്യം നോക്കിയാ മതി. എനിക്ക് എന്റെ അച്ഛൻ എത്ര കൈനീട്ടം തരുന്നൊന്നുവേ നീ നോക്കാൻ നിക്കണ്ട. ഹോ, സാധാരണ കൂടെ ജനിക്കുന്നതിനെ ഇരട്ട എന്നാ പറയാറ്. ഇത് വെറും പരട്ടയായി പോയി. വസന്തേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ ചൊറിയാൻ വരരുതെന്ന്. വരുവടാ, വരും. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. അയ്യോ, ഇങ്ങനെയുള്ള ഒരു ജന്മം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.